വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മതേതരത്വം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞ ഒരൊറ്റ വാചകം മാത്രം മതി. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല, അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് സതീശൻ ചോദിച്ചിരിക്കുന്നത്. അതായത് സതീശൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോകും, ജീവൻ വരെ വെടിയുമെന്നൊക്കെയാണ് ഡയലോഗ് അടിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മതേതരത്വം എന്താണെന്ന് വ്യക്തമാകുന്ന വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. അതായത് സതീശൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം മതമൗലികവാദ സംഘടനകളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഹിന്ദുത്വ വിരുദ്ധത പുലർത്തുക, അതെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പറയുന്ന വിഭാഗങ്ങളെ ജമാഅത്തെ ഇസ്ലാമി, SDPI, പിന്നെ മുസ്ലിം ലീഗിനെ ഇപ്പോൾ ഇതേ ഗണത്തിൽ തന്നെ നമുക്ക് കൂട്ടാൻ സാധിക്കും. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു കൺട്രോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലാണ് നിൽക്കുന്നത്. അവർ ഐഡിയോളജിക്കലി തന്നെ ജമാഅത്തെ ഇസ്ലാമി മൗദൂദികളൊക്കെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം ഇവരുടെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ മതം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ തനിക്ക് ലഭിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ തനിക്കത് ഗുണം ചെയ്യുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് സതീശൻ ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്.